ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത കാഴ്ചയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് മൂവാറ്റുപുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിൻ്റെ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. മൂവാറ്റുപുഴ നഗരം വിശാലമായ ഒരു പട്ടണമാണ്. മൂവാറ്റുപുഴ പാലത്തിനോട് ചേർന്നുള്ള മൂവാറ്റുപുഴ ടൗൺ ഹാളിലാണ് ഈ പ്രകടനം സമാപിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ വ്യത്യസ്ത ജില്ലാ താലൂക്ക് തല സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമാണിത്. സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള നഗറിലാണ് സമ്മേളനം അവസാനിക്കുന്ന പൊതുവേദി. മൂവാറ്റുപുഴ പാലം ചുമന്ന് തുടുത്തിരിക്കുകയാണ്. ഒരു സായം സന്ധ്യ ഇത്തരം കാഴ്ചകൾ കൊണ്ട് മനോഹരമാകുക എന്നത് നമുക്കേവർക്കും ആസ്വദിക്കാനുള്ള വകയുണ്ട്. പച്ചപ്പ് നിറഞ്ഞ ചെറു മരങ്ങളൊക്കെ മൂവാറ്റുപുഴ പട്ടണത്തിൻ്റെ അങ്ങിങ്ങായി പല മേഖലകളിലും നമുക്ക് കാണാം. കച്ചേരിത്താഴവും അതുപോലെ KSRTC പരിസരവുമൊക്കെ ചുമന്ന കൊടികൾ കൊണ്ട് അലങ്കൃതമാണ്. റാലി ആരംഭിക്കാൻ പോവുകയാണ്. അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ മെല്ലെ പുറപ്പെട്ടു തുടങ്ങി. ബാൻഡ് മേളങ്ങളും റെഡ് വാളണ്ടിയർ മാർച്ചും കൊണ്ട് സമ്മേളനത്തിൻ്റെ റാലി പ്രൗഢിയോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അങ്ങിങ്ങായി നോക്കിക്കാണുമ്പോൾ ഏവരെയും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ റാലിയിലുടനീളം ദൃശ്യമാകുന്നത്. നല്ല മെയ് വഴക്കത്തോടെ പട്ടാള ചിട്ടയോടെയും ഒക്കെ ഉള്ള ബാൻഡ് മേളത്തിൻ്റെ ഗംഭീരമായ പ്രകടനം വിപ്ലവ ഗാനങ്ങളിലൂടെ നമ്മെ കോരിത്തെരിപ്പിക്കുന്നു. ഒരു സമ്മേളനത്തിൻ്റെ റാലി എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ റാലികൾക്ക് ഒരു പ്രത്യേക ഗാംഭീര്യമാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് നല്ല ഊടും പാവും നൽകുന്ന പ്രദേശമാണല്ലോ കേരളം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നതും. തൊഴിലാളി വർഗത്തെ ചേർത്ത് പിടിക്കുന്ന നയമുള്ള സർക്കാർ കേരളം ഭരിക്കുമ്പോൾ പൊതുവിൽ ഭരണമില്ലെങ്കിൽ പോലും ഇത്തരം റാലികൾ ഓരോ 3 വർഷം കൂടുമ്പോഴും CPMൻ്റെ സംഘടനാ പ്രവർത്തനം അച്ചിട്ട പോലെ നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന പാർട്ടിയാണല്ലോ ഇടതുപക്ഷ പാർട്ടികൾ. പൂക്കാവടിയും ചെണ്ടമേളവും വാദ്യമേളവും ബാൻഡ് മേളവും ഒക്കെയായി പ്രകടനം ഗംഭീരമായി കൊഴുത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. CPIM ഏരിയ സമ്മേളനത്തിൻ്റെ കമാനം അല്ലെങ്കിൽ മുഖ്യ ബാനറും പിടിച്ച് ഏരിയ ഭാരവാഹികൾ പ്രകടനത്തിൻ്റെ മുൻനിരയിലായി നടന്നു നീങ്ങുകയാണ്. മഹിളകളുടെ വലിയൊരു നിര വ്യത്യസ്ത യൂണിഫോമിൽ പുരുഷന്മാരും ഓരോരോ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വ്യത്യസ്ത വർണ്ണങ്ങളിൽ റാലിക്ക് അതിഗംഭീരമായ പ്രൗഢിയാണ് ചാർത്തുന്നത്. വിവിധ ബാൻഡ് സെറ്റുകൾ, കൊടിത്തോരണങ്ങൾ, മുദ്രാവാക്യങ്ങൾ എന്നു വേണ്ട നൃത്തച്ചുവടുകളിലൊക്കെയായി പ്രകടനം അടിവച്ചടിവച്ച് KSRTC പരിസരത്ത് നിന്നും BOCയിലുള്ള ടൗൺ ഹാളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഏതൊരു മനുഷ്യനും നോക്കിപ്പോകുന്ന റാലിയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടേത്. അതൊരു വികാരമാണ്. രാഷ്ട്രീയം എന്തുമാകട്ടെ, സംഘടനാ പ്രവർത്തനങ്ങൾ ചിട്ടയോടെ നടത്തിക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങളുടെ റാലികളും അവരുടെ പ്രചരണങ്ങളുമൊക്കെ മാറി നിന്ന് വീക്ഷിക്കുമ്പോൾ അതൊരു ആകർഷണം തന്നെയാണ്. പണ്ടത്തെ പോലെ മറ്റ് കലാപരിപാടികളൊക്കെ ഇപ്പോൾ പൊതുവിൽ എല്ലാ റാലികളിലും കുറവാണ്. കാലം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റേതായ മാറ്റങ്ങൾ എല്ലാ പ്രസ്ഥാനങ്ങളിലും വന്നു ഭവിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ വലിയ തിക്കും തിരക്കുമൊന്നും റാലികളിൽ ഇപ്പോൾ പൊതുവിൽ കാണാറില്ല. എന്നിരുന്നാലും CPIM പോലുള്ള പാർട്ടികളുടെ റാലികൾ നോക്കി നിന്ന് കാണാൻ പാകത്തിനുള്ള ജനസഞ്ചയം ഏത് പരിപാടികൾക്കും ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകതയാണ്. ചെങ്കടൽ പോലെ ചുവപ്പ് രാശി വിളിച്ച സായം സന്ധ്യയിൽ ടൗൺ ഹാളിൻ്റെ നെറുകയിൽ അരിവാൾ ചുറ്റിക അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ വലിയൊരു ഉന്മേഷമാണ് എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത്. പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടിയുടെ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ എന്ത് പരിപാടികളാണെങ്കിലും അതിനൊരു പ്രത്യേക വൈഭവമാണ്, അതൊരു വികാരമാണ്. ആ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം പരിപാടികൾ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യൂട്യൂബിൽ പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ലൈക്കടിക്കാൻ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് യഥേഷ്ടം ഷെയർ ചെയ്യാം. അതിൽ കാണുന്ന കൊച്ചു ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് തത്സമയം എത്തിച്ചേരും. സായം സന്ധ്യയിൽ ചെറിയ കരിമരുന്ന് പ്രയോഗങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അല്പം മാറി നിന്ന് ഈ ചുവപ്പ് രാശിയെ ഞാനൊന്ന് മെല്ലെ പകർത്തുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാഴ്ചയാണ് ഈ ചുവപ്പ് രാശി. സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോഴും ഈ ചുവപ്പ് രാശി നമ്മളിൽ വല്ലാത്ത ഒരു വികാരമാണ് ഉണർത്തുന്നത്. നമ്മുടെ ചോരയുടെ നിറവും ചുമപ്പാണല്ലോ. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കളായ പ്രസ്ഥാനങ്ങളുടെ റാലി എപ്പോഴും നമ്മളെ സംബന്ധിച്ച് വലിയൊരു വികാരമാണ് നമ്മളിൽ ഉണർത്തുക. പ്രകടനത്തിൻ്റെ മുൻനിര വേദിയിലേക്കെത്തി റെഡ് വാളണ്ടിയർമാരുടെ പരേഡുകൾ അവസാനിക്കാനുള്ള വട്ടത്തിലാണ്. സമ്മേളന പരിപാടികളെ മുഴുവൻ പകർത്താൻ ഈ ചാനലിൽ ഒതുക്കാൻ കഴിയില്ല. ഒരു സായം സന്ധ്യയിൽ കണ്ട് ആസ്വദിക്കുവാനും വികാര നിർഭരമായ കാഴ്ചകൾ അയവിറക്കുവാനും അതിലൂടെ പുതിയൊരു പാന്താവിലേക്ക് നമുക്ക് മാറുവാൻ കഴിയാനുമൊക്കെ ഇത്തരം കാഴ്ചകൾ നമുക്ക് സാധിക്കും. എനിക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും ഈ കാഴ്ചകൾ അതിമനോഹരമായി ഞാൻ ആസ്വദിച്ചു. ഞാൻ കണ്ട് ആസ്വദിച്ച കാഴ്ചകൾ നിങ്ങളിലേക്കും പകരുന്നു. കേരളത്തെ കണ്ടറിയുക, കേട്ടറിയുക, തൊട്ടറിയുക എന്നുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിയ പച്ചപ്പാണൻ്റെ സന്തോഷമെന്ന ചാനലിലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും. ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്ത് പോകാം, അല്ല ഡിസ്ലൈക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ പോകാം. ആരെയും നിർബന്ധിക്കുന്നില്ല. വ്യത്യസ്ത കാഴ്ചകളും വ്യത്യസ്ത അനുഭവങ്ങളും വ്യത്യസ്ത കലാപരിപാടികളും ഒക്കെയായി
പച്ചപ്പാണൻ്റെ സന്തോഷം ഇനിയും ഇത്തരം കാഴ്ചകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ കൂടി എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ചും ഓരോരുത്തർക്കും നന്ദിയും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി പറയട്ടെ. ഒരു സായം സന്ധ്യ, അങ്ങനെ ചെറിയ കാഴ്ചകളിലൂടെ നമുക്ക് സന്തോഷമോ സമാധാനമോ ജനിച്ചുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ഏവർക്കും നന്ദി. ഗുഡ് ബൈ.